ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് പൈനാപ്പിൾ ജ്യൂസ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് മീഡിയം സൈസിലുള്ള ഒരു പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഇതിലേക്ക് ഒരു ചെറിയൊരു പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങയും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ പകുതി നീരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം. ഞാനിതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഐസ് ക്യൂബ്സ് ചേർത്തിട്ടില്ല, നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് മുങ്ങിക്കിടക്കുന്ന പാകത്തിനാട്ടോ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 3 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചിട്ട് വേണം ഗ്ലാസ്സിലേക്ക് മാറ്റാനായിട്ട്. അപ്പം ഞാൻ അരിച്ചെടുക്കുന്നത് വീഡിയോയിൽ കാണിക്കുന്നില്ല, നോമ്പ് തുറക്കുന്ന ഒരു ടൈമായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് 2 ഗ്ലാസ്സിലേക്ക് മാറ്റുവാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.